ഹലോ ഗൈസ്, എല്ലാവർക്കും എയറോൺ എൻജോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴേലും വിചാരിച്ചിട്ടുണ്ടോ ഈ മൈൻക്രാഫ്റ്റിൽ എങ്ങനെയാണ് സ്കിൻ ഡിസൈൻ ചെയ്യാന്ന്? അല്ലെങ്കിൽ വൈറലായ ആരുടെയോ സ്കിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ എന്ന് വഴിയുണ്ട്, പറഞ്ഞുതരാം. ഗൂഗിളിൽ പോയിട്ട് സെർച്ചിൽ സ്കിൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്കിൻഡെക്സ് അതിൽ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റാവും നിങ്ങൾക്ക് വരിക. അതിൽ നിങ്ങൾ സ്കിൻ എഡിറ്റർ എന്നുള്ളൊരു ബട്ടൺ കാണും, അത് അമർത്തുക. സ്കിൻ എഡിറ്റർ എന്നുള്ളത് അമർത്താം. ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ. സ്കിൻ എഡിറ്റർ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആവും വരിക. അപ്പോൾ നിങ്ങൾ ഇതൊരു മൈൻക്രാഫ്റ്റ് ക്യാരക്ടറിൻ്റെ പോലെ ഉണ്ട്. ഈ ക്യാരക്ടറിനെ നമ്മൾ കളർ ചെയ്തിട്ട് നമ്മൾ സ്കിന്നായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളൊരു പെൻസിലിൻ്റെ ബട്ടൺ കണ്ടോ? ഈ പെൻസിലിൻ്റെ ബട്ടൺ നിങ്ങളിഷ്ടമുള്ളൊരു കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സ്കിൻ കളർ സെലക്ട് ചെയ്യാം. ഏകദേശം ഇത്ര. അത് നിങ്ങൾ ഇവിടെ ആ പെൻസിലിൻ്റെ ബട്ടൺ അമർത്തിയിട്ടാണ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൻ്റെ ഭാഗം കണ്ടോ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വരും. നിങ്ങൾ ഫേസൊക്കെ അല്ലേ ചെയ്യണം, അപ്പോൾ ഇത് ഒന്നൊന്നായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ബക്കറ്റിൻ്റെ ചിഹ്നം ഉണ്ടോ? ബക്കറ്റിൻ്റെ ചിഹ്നം അമർത്തിയിട്ട് ഇവിടെ ഫേസിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഫുൾഫില്ലായി കിട്ടും നിങ്ങൾക്ക്. കണ്ടോ? ഫുൾഫില്ലായിട്ട് നിങ്ങൾ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനത്തെ ഒരു ഇതായി കിട്ടും, ക്യാരക്ടറായി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഇറൈസ് ചെയ്യണമെങ്കിൽ ഉണ്ടോ ഇവിടെ ഇറൈസിൻ്റെ ബട്ടൺ ഉണ്ട്, അതങ്ങനെ ടച്ച് ചെയ്താൽ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇതാവും. പിന്നെ ഇത് സൂം ഔട്ട് ചെയ്യണതിൻ്റെയും സൂം ചെയ്യണതിൻ്റെയാണ് ഈ ബട്ടൺ. പിന്നെ ഇവിടെ ഒരു ആരോ ബട്ടൺ കണ്ടോ? അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ആരോ ബട്ടൺ എന്താ വെച്ചെങ്കിൽ കണ്ടോ, നിങ്ങളിപ്പോൾ ഇറൈസ് ചെയ്തില്ലേ, അത് നമുക്ക് അണ്ടോ ചെയ്തെടുക്കുക. ഇങ്ങനെ അമർത്തിയാൽ നമ്മൾ പഴയ പോലെ ആവും. അതാണ് ഈ ബട്ടൺ. പിന്നെ അങ്ങനെ നമ്മൾ ബക്കറ്റിൻ്റെ അമർത്തി ഇതൊക്കെ ചെയ്യാണ്. പിന്നെ നിങ്ങൾ അടുത്ത ഡ്രസ്സിൻ്റെ കളർ ഇപ്പം ഞാൻ റെഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് റെഡ് ഇവിടെ ഇങ്ങനെ വെക്കാവുന്നതാണ്. കണ്ടോ? സിമ്പിളായി പെട്ടെന്ന് നിങ്ങൾക്ക് റെഡ് വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള കളറ് വെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിസൈനൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. നമുക്ക് ബക്കറ്റ് വേണ്ട, പെൻസിലിൻ്റെ ഇത് ചെയ്തിട്ട് ഡിസൈൻ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം നമ്മൾ ഷർട്ടും പാൻറ്റും ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കങ്ങനെ ഹെയറൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബക്കറ്റ് ചെയ്ത ഹെയർ ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഹെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അവിടെ ഇങ്ങനെ ഐയൊക്കെ കൊടുത്ത് സെറ്റാക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ട് റീസെറ്റ് സ്കിൻ. ആ റീസെറ്റ് സ്കിന്നിൽ അമർത്തി ഓക്കെ കൊടുത്താൽ നിങ്ങളുടെ സ്കിൻ ഫുൾ പോയി ആദ്യം കണ്ട പോലെയാവും. അതാണ് ആ റീസെറ്റ് സ്കിൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അടിയിൽ നിങ്ങളിതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചെങ്കിൽ അടിയിൽ അപ്ലോഡ് ടു സ്കിൻഡെക്സ് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ എന്ന്. അത് നിങ്ങൾ ഡൗൺലോഡ് ഒന്ന് അമർത്തിയാൽ ഡയറക്റ്റ് 2 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ഗാലറിയിൽ അത് എത്തിയിട്ടുണ്ടാവും. കണ്ടോ, ഫയൽ ഡൗൺലോഡ് മുകളിൽ വന്നു. പിന്നെ നിങ്ങൾ അപ്ലോഡ് ടു സ്കിൻഡെക്സ് എന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ബാക്ക് എടുത്തിട്ട്
നമ്മൾ ആദ്യം ഞാൻ വെബ്സൈറ്റിൽ കയറാനല്ലല്ലോ പറഞ്ഞത്, സ്കിൻ എഡിറ്ററിലല്ലേ പറഞ്ഞത്. അത് നിങ്ങൾ വെബ്സൈറ്റിലൊന്ന് കയറിയാൽ നിങ്ങൾ വേറെ ആൾക്കാർ ചെയ്ത് വെച്ച സ്കിന്നുകളൊക്കെ അവർ അപ്ലോഡ് ചെയ്തതാണ് ഈ വെബ്സൈറ്റിൽ ഉണ്ടാവുന്നത്. കണ്ടത് ഇപ്പോൾ എല്ലാതും ഉണ്ട്. ഇപ്പോൾ സൂപ്പർമാൻ്റെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർമാൻ്റെ സ്കിന്ന് കിട്ടി. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് അമർത്തിയാൽ ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് നേരെ ഡയറക്റ്റായി കിട്ടും. ഡൗൺലോഡായിട്ട് ഇങ്ങനൊരു ഇതാവും വരിക. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ല, ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനൊരു ഇതാവും വരിക. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ഇമേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. ഇപ്പോൾ നേരെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് സ്കിന്നിൽ അമർത്തിയിട്ട് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെ കളർ മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. അവരുടെ സ്കിൻ നമ്മൾ എഡിറ്റ് ചെയ്യുക, അതാണ്. പിന്നെ അതാണ് നമുക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. അതാണ് നേരത്തെ കാണിച്ചത്. നമ്മളെ സ്കിന്ന് അപ്ലോഡ് ടു സ്കിൻഡെക്സിൽ കൊടുത്താൽ, ഇപ്പം ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ സൂപ്പർമാൻ്റെ അതിപ്പോൾ നിങ്ങൾ അപ്ലോഡ് ടു സ്കിൻഡെക്സ് നടത്തിയാൽ ഇവിടെ ഇമെയിലും പാസ്വേഡും കൊടുത്താൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ അതിൽ ടൈറ്റിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്കിൻഡെക്സിൽ നേരെ അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെയാണ് സ്കിൻ എഡിറ്റ് ചെയ്യുക നമ്മളെ മൈൻക്രാഫ്റ്റിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആ സ്കിൻഡെക്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് കയറി എടുക്കാവുന്നതാണ്. ഇനി അടുത്ത ദിവസം വേറെ വീഡിയോയുമായി വരാം. സീ യു സൂൺ. ബൈ.